എൻ്റെ പേര് മഹീന്ദ്രൻ. ഞാൻ തലശ്ശേരി മഞ്ഞോടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. അപ്പോൾ 2023 ഓഗസ്റ്റിലാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്, ഈ ATM. അപ്പോൾ ഇപ്പം ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-2.25 കൊല്ലം കഴിഞ്ഞു. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 70, 60, 70 ആ ലെവലിലായിരുന്നു. പക്ഷേ ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്. ബാങ്ക് എംപ്ലോയി ആയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഈ ATM മെഷീൻ എങ്ങനെ ഹൗ ടു മാനേജ് എന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഗതി തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് തന്നെ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ആ ഭാവത്തിലാണ്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഏട്ടനും കൂടി ബാങ്കിലാണ്. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ മൂപ്പറ് നിറച്ചോളും. പിന്നെ വേറൊരു ഏട്ടനുണ്ട്, മൂപ്പർക്കും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം തന്നെ എനിക്ക് 3600-700 ട്രാൻസാക്ഷൻ ഉണ്ട്. അതായത് ഡെയിലി മോർ ദാൻ 100. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-120 ട്രാൻസാക്ഷൻ മന്ത്ലി ഡെയിലി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ATM തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിലിറ്റിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ATMൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പൈസ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ജനങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അതിന് 9 ലക്ഷം 10 ലക്ഷം പോയ ദിവസമെല്ലാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ള ആപ്പുണ്ട്. ആ ആപ്പിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, ഒരു 1/2-3/4 മണിക്കൂർ കൂടുന്ന സമയത്ത് ഒന്ന് ആപ്പ് തുറന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ട്രാൻസാക്ഷൻ എപ്പോൾ നടന്നതെന്ന് നോക്കുക. ആ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 മണിക്കൂറിനെ കൊണ്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷനും നടക്കും. ഈ 1/2 മണിക്കൂർ 1-1.5 മണിക്കൂറായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, യെസ് ക്യാഷ് പോകുന്നുണ്ടോ എന്ന് ആരോടൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് ATM ചെക്ക് ചെയ്യിപ്പിക്കുക. അത് ATMൽ ക്യാഷ് പോകുന്നുണ്ടോ ഇല്ലയോ, അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ല ചില സമയം ആൾ വരായിട്ടാണോ, അതൊന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക്, അതായത് 1 മണിക്കൂറിലുള്ള സമയത്തുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് പോകാനുണ്ടാവും. പക്ഷേ അതിന് ശേഷമുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും അത് എന്താ പറയുക കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ CCTV എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാത്ത വിധത്തിൽ ആ ATMൻ്റെ ലൈറ്റ് കത്തുന്നത് ഞാൻ എപ്പോഴും നോക്കും. അത് ഞാൻ എവിടുന്നായാലും വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തുന്നില്ല, അപ്പോൾ ടെമ്പററി ഔട്ട് ഓഫ് സർവീസ് ആയിരിക്കും. അപ്പോൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏട്ടനോടോ അറിയുന്ന ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും നമുക്ക് വളരെ റിലയബിളായിട്ടുള്ള ഒരാളെ നമ്മൾ അതും കൂടി പഠിപ്പിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എവിടെയെങ്കിലും ദൂരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാകണമെന്നുള്ളതുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ കച്ചവടം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ശരിക്കും എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. ചില മാസങ്ങൾ ജനങ്ങളോട് പറയാം എനിക്ക് 45,000 രൂപ വരെ മന്ത്ലി കിട്ടിയ മാസങ്ങളുണ്ട്. ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ATMൻ്റെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ബെനിഫിഷ്യൽ ആവുന്ന തന്നെയാണ് നോക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര ഒരു ഫുട്ഫോൾ ഉണ്ടാവും, കുറച്ച് ഇതായിട്ടുള്ള സ്ഥലമാണോ, അതിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡിയും കൂടി നടത്തി കഴിഞ്ഞിട്ട് വേണം തുടങ്ങുക. അല്ലാണ്ട് എനിക്ക് ഇത്ര കിട്ടി അതുകൊണ്ട് എന്നാൽ നമുക്കും തുടങ്ങി കളിയാന്ന് പറയുന്നത് ശരിയാവില്ല. നമ്മൾ ചെറിയൊരു എൻ്റെ പിന്നെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സംഭവ ടൗണിൻ്റെ നടുക്കാണ്. പിന്നെ മോർ ദാൻ ദാറ്റ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പൊന്നും ഹയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ സ്വന്തമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു 30-35 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു എന്താ പറയുക സിമെൻറ്റ് ഷീറ്റിനെ കൊണ്ടടിച്ച് ചെറിയൊരു ATM വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥലം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് റെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ റെൻറ്റിൻ്റെയും കൂടി ഇല്ലാണ്ടാകുമ്പോൾ എനിക്ക് ആ കൂടിയുള്ള മന്ത്ലിയുള്ള എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000-1200 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഫാർ വൈബിളായിട്ട് പോകുന്നുണ്ട്. സർവീസിനെ പറ്റിയിട്ട് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവം ഞാൻ പറയാം. 2-3 പ്രാവശ്യം പ്രശ്നമുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം നവംബർ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സോഫ്റ്റ്വെയർ മുഴുവൻ അടിച്ചുപോയി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ട് എന്താണെന്ന് വെച്ചാൽ അരുന്ധതിനെ വിളിച്ചു, ഞാൻ ചിന്നപ്പക്ക് മെസ്സേജ് അയച്ചു, മെയിൽ അയച്ചു. ചിന്നപ്പോൾ ഓൺ ദ സ്പോട്ട് അത് ടേക്കപ്പ് ചെയ്തു. ചിന്നപ്പോൾ അന്ന് രാവിലെ തന്നെ പോയ സമയത്ത് രാവിലെ തന്നെ NCRൻ്റെ എഞ്ചിനീയർ വന്നു, എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു സോഫ്റ്റ്വെയർ പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് അപ്പാകുന്നില്ല. പിന്നെ അതിന് ശേഷം എന്നോട് പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇല്ല, ടാറ്റേൻ്റെയും കൂടി സോഫ്റ്റ്വെയർ വേണം, അവരും കൂടി എന്ന് വെച്ച് ഇൻ്റർഫേസ് അവരെയും കൂടി വേണമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് നാളെ പിറ്റേ ദിവസം
അവൻ രാവിലെ വന്നു, എന്നിട്ട് പിന്നെ കുറേ സമയം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ആയില്ല. എന്നിട്ട് പിന്നെയും മൂപ്പർ വേറെ ഏതോ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് പിറ്റേ ദിവസം എൻ്റെ മെഷീൻ ചാലുവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കാട്ടും മുമ്പിട്ട് ചില സമയം എൻ്റെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസം തന്നെ വന്നിട്ട് രജനീഷ് വന്നു. രജനീഷ് എന്നാണ് അവൻ്റെ പേര്. രജനീഷ് വന്നു. പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ആ ലോക്ക് എന്നോട് പറഞ്ഞു പുതിയ ലോക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പർ ഒരു ദിവസം വന്നു. എന്നിട്ടെന്ന് വെച്ചാൽ ലോക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പം മൂപ്പർ ഓർഡർ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ വന്ന് മെഷീനൊക്കെ മാറ്റി തന്നു. പിന്നെ ഒരു പ്രാവശ്യം ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡിസ്കിൻ്റെ പ്രശ്നം മൂപ്പർ അതിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മൂപ്പർ അത് സോൾവ് ചെയ്തു. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയുക ഒരു മോശം അനുഭവം ടാറ്റൻ്റെ അടുക്ക് ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോഫാർ അത്രയല്ലേ പിന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കുള്ള ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതിൻ്റെ അകത്ത് വെച്ച് ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു റിലയബിലിറ്റി എപ്പോഴും ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് എപ്പോഴും ചോദിച്ചിട്ടാണ് ഒരു കിരൺ എന്ന് പറയുന്ന ഒരു മൂപ്പർക്ക് ആദ്യം വളരെ കുറവായി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു 40-50 ട്രാൻസാക്ഷൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രൂപ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 60,000 1 ലക്ഷം പോയ കൂട്ടറാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ 3 ലക്ഷം 4 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരോട് അന്നേരം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിലയബിലിറ്റിയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കച്ചവടം നമ്മൾ എന്ത് കച്ചവടത്തിലാകുമ്പോഴും നമ്മളൊരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം.